ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഫറോക്ക് ബസ് സ്റ്റാൻഡിൽ കോൺക്രീറ്റ് പാളി പൊളിഞ്ഞു വീഴുന്നതിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് LDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ പ്രതിഷേധം. എഴുത്തിന്റെ വഴിയിലേക്ക് തന്നെ നയിച്ചത് നാടിന്റെ നാദമാണെന്ന് തമിഴ് സാഹിത്യകാരൻ RN ജോയ് ഡിക്രൂസ്. സോഷ്യൽ മീഡിയ ഉപയോഗം കുട്ടികളിലെ ക്രിയാത്മകതയെ ബാധിക്കുന്നത് ഗൗരവത്തിലെടുക്കണമെന്ന് വിസ്ഡം സ്റ്റുഡൻസ് ഇന്റലിജൻഷ്യ. തളി മഹാകുംഭാഭിഷേക മഹായജ്ഞ ചടങ്ങുകൾക്ക് സമാപനം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഫറോക്ക് നഗരസഭ ബസ് സ്റ്റാൻഡിൽ കോൺക്രീറ്റ് പാളി പൊളിഞ്ഞു വീഴുന്നതിന് പരിഹാരം കാണാത്തതിൽ നഗരസഭയ്ക്കെതിരെ LDFന്റെ പ്രതിഷേധം. ഹെൽമറ്റ് ധരിച്ചുകൊണ്ടാണ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധം നടത്തിയത്. ഫറോക്ക് നഗരസഭ ബസ് സ്റ്റാൻഡ് ജനങ്ങളുടെ ജീവൻ ഭീഷണിയായി. കോൺക്രീറ്റ് പാളികൾ തുടർച്ചയായി വീഴുന്നതിൽ നടപടി സ്വീകരിക്കാത്ത UDF ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ LDF കൗൺസിലർമാർ ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ ധർണ സമരം സംഘടിപ്പിച്ചു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റെയിൽവേ സ്റ്റേഷൻ പരിസരം കേന്ദ്രീകരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് LDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ചും സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണയും ബഹുജന മാർച്ചും CPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ച് നേരത്തെ ഗവൺമെന്റും ഭരണസമിതിയും എല്ലാം ഉണ്ടാക്കിയ ധാരണ മണലൂട്ടി റോഡ് വലിയ നിലയിലേക്ക് നീങ്ങി നിൽക്കുക, ഇപ്പുറത്ത് ഈ പറയുന്ന പ്രദേശം മുഴുവൻ വാൾ മുതൽ ബസ് സ്റ്റാൻഡിന്റെ ഈ പ്രദേശം വരെയുള്ള മുഴുവൻ സ്ഥലവും ബസ് സ്റ്റാൻഡിൻ്റെതാക്കി മാറ്റുക, ഏറ്റവും സുന്ദരവും സൗകര്യപ്രദവുമായ കെട്ടിടം നിർമ്മിക്കുക, ഇതെല്ലാമായിരുന്നു അന്നത്തെ ഭരണസമിതിയുടെ പരിപാടി എന്ന് പറയുന്നത്. എന്നാൽ പിന്നീട് അധികാരത്തിൽ വന്ന UDFന്റെ ഭരണസമിതിയാണ് ഫറോക്കിന്റെ വികസനം മുഴുവൻ തകർന്നത്. LDF ബേപ്പൂർ മണ്ഡലം കൺവീനർ T രാധാഗോപി, KT മുരളീധരൻ, MM മുസ്തഫ, M സമീഷ്, U സുധർമ്മ, കൗൺസിലർമാരായ M വിജയൻ, പ്രകാശ് കറുത്തേടത്ത്, കമറുലൈല K എന്നിവർ സംസാരിച്ചു. വിജയകുമാർ പൂതേരി അധ്യക്ഷത വഹിച്ചു. LDF മുനിസിപ്പൽ കൺവീനർ C ഷീജു സ്വാഗതവും KB ഷാ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എഴുത്തിന്റെ വഴിയിലേക്ക് തന്നെ നയിച്ചത് ഈ നാടിന്റെ നാദമാണെന്ന് തമിഴ് സാഹിത്യകാരൻ RN ജോയ് ഡിക്രൂസ്. തപസ്യ സുവർണ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എഴുത്തിന്റെ വഴിയെ തന്നെ നടത്തിയത് ഈ നാടിന്റെ നാദമാണെന്ന് തമിഴ് സാഹിത്യകാരൻ RN ജോയ് ഡിക്രൂസ്. തപസ്യ കലാസാഹിത്യവേദി സുവർണ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 38 വർഷം വിശപ്പകറ്റാൻ കടലിൽ പണിയെടുക്കുകയായിരുന്നു. അതിനിടയിൽ ഒഴുകിയെത്തിയ ഓംകാരനാഥം പിന്തുടർന്നാണ് എഴുത്തിലേക്ക് വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. நான் எழுத்து உலகில் நுழைந்த போது என்னவென்றே தெரியாமல் நான் எழுத்து உலகிற்குள் வந்தபோது என்னை முதலில் அழைத்து பொன்னாடை போர்த்தி அகமகிழ்ந்தது கேரள சமாஜம் என்ற சென்னையில் உள்ள ஒரு அமைப்பு. ஆச்சரியத்தில் மூழ்கி போனேன். ஏனென்றால் நான் வணிக கப்பல் நிறுவனத்தில் பணி செய்யக்கூடிய ஒரு சாதாரண பணியாளர். ஏதோ ஒரு உந்துதலில் ஒரு நாவல் எழுதியிருக்கிறேன். அந்த நாவலை படித்து அதன் உண்மையை படித்து அந்த தன்மை காரணமாக தமிழ்நாட்டில் சென்னையில் இருக்கக்கூடிய கேரள சமாஜம் தான் முதலில் என்னை அழைத்து பொன்னாடை பொருத்தி கௌரவித்தது நடந்தது. அதை உங்களிடம் நான் இதுவரையிலும் எந்த கூட்டத்திலும் நான் பகிர்ந்து கொள்ளவில்லை. ஏனோ அந்த குரல், மேலிருந்து கேட்கக்கூடிய அந்த குரல் என்னிடம் சொல்கிறது, இதை சொல் என்று சொல்கிறது. തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ് അധ്യക്ഷത വഹിച്ചു.
ഡോക്ടർ സ്വപൻ മുഖോപാധ്യായ മുഖ്യാതിഥിയായി. ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ, പി ആർ നാഥൻ, കെ ടി രാമചന്ദ്രൻ, ഡോക്ടർ സി മഹേഷ് എന്നിവർ പ്രസംഗിച്ചു. നവീൻ കൃഷ്ണൻ സോപാന സംഗീതം അവതരിപ്പിച്ചു. ഗോപിക ഹരിയുടെ വന്ദേമാതരത്തോടെ ആരംഭിച്ച സമ്മേളനത്തിൽ ഗോപി കൂടല്ലൂർ നന്ദിഗീതം ആലപിച്ചു. മഹാകവി അക്കിത്തം പുരസ്കാരം കവി ബി മധുസൂദനൻ നായർക്ക് കവി പി പി ശ്രീധരനുണ്ണി സമ്മാനിച്ചു. യുവ എഴുത്തുകാർക്കുള്ള മഹാകവി അക്കിത്തം പുരസ്കാരം കവിതാ മത്സര വിജയ് സി അനുശ്രീ ചന്ദ്രന് സമ്മാനിച്ചു. കാവാലം ശശികുമാറിന്റെ സഖാവും സേവകനും കവിതാ സമാഹാരം, രജനി സുരേഷിന്റെ ഗന്ധമോഹിനി കഥാസമാഹാരം എന്നിവ പ്രകാശനം ചെയ്തു. ഡോക്ടർ ഇ പി ജ്യോതി അക്കിത്തം കവിത ആലപിച്ചു. ആർ പ്രസന്നകുമാർ, തപസ്യ സംസ്ഥാന ഉപാധ്യക്ഷൻ കല്ലറ അജയൻ എന്നിവർ അക്കിത്തം അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒ വി വിജയന്റെ സാഹിത്യ ദർശനം സെമിനാർ ആശാ മേനോൻ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ കെ പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ഒ വി വിജയൻ പുരസ്കാരം മിഥുൻ അയ്യപ്പന് സമ്മാനിച്ചു. റഷീദ് പാനൂർ, ശ്രീജിത്ത് മൂത്തേടത്ത്, തപസ്യ സംസ്ഥാന ഉപാധ്യക്ഷ ഡോക്ടർ വി സുജാത, സെക്രട്ടറി പി ജി ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സോഷ്യൽ മീഡിയ ഉപയോഗം കുട്ടികളിലെ ക്രിയാത്മകതയെ ബാധിക്കുന്നത് ഗൗരവത്തിലെടുക്കണമെന്ന് വിസ്ഡം സ്റ്റുഡൻസ് ഇന്റലിജൻഷ്യ. ഇത് പരിഹരിക്കാൻ ഫലപ്രദമായ കർമ്മ പദ്ധതികൾ തയ്യാറാക്കണമെന്നും പ്രതിഭാ സംഗമം ആവശ്യപ്പെട്ടു. വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഇന്റലിജൻഷ്യ പ്രതിഭാ സംഗമം കോഴിക്കോട്ട് സംഘടിപ്പിച്ചു. കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ ബഹുജന ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൗമാരക്കാർക്കിടയിൽ വർദ്ധിക്കുന്ന ആത്മഹത്യാ പ്രവണത, കുട്ടികളിൽ സോഷ്യൽ മീഡിയ മൂലം വലിയ തോതിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഉത്കണ്ഠ, ഏകാന്തത, മാനസിക പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്ക് തടയിടാൻ കാര്യക്ഷമവും പ്രായോഗികവുമായ കർമ്മ പരിപാടികൾ ആവിഷ്കരിക്കണമെന്ന് സംഗമത്തിൽ അഭിപ്രായമുയർന്നു. സ്ക്രീൻ അഡിക്ഷൻ വഴി കളി, വായന, സൃഷ്ടിപരമായ ഇടപെടൽ, നേരിട്ടുള്ള സാമൂഹിക ബന്ധം എന്നിവ ഇല്ലാതാകുന്നുവെന്നും അതുവഴി ഹ്രസ്വകാല സന്തോഷം മാത്രം തലച്ചോർ ഉൽപ്പാദിപ്പിക്കുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ ശ്രദ്ധക്കുറവും ക്ഷമയില്ലായ്മയും സ്വയം ചിന്തിക്കാനുള്ള ശേഷി കുറയലും ഉണ്ടാകുന്നുവെന്നും സംഗമം വിലയിരുത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഡിജിറ്റൽ ലിറ്ററസി, ക്രിട്ടിക്കൽ തിങ്കിങ് എന്നിവ നിർബന്ധ പാഠ്യ വിഷയങ്ങളാക്കണം. രക്ഷാകർതൃ അധ്യാപക സമൂഹത്തിന് ആഴത്തിലുള്ള വ്യവസ്ഥാപിത ബോധവൽക്കരണ പ്രോഗ്രാമുകൾ ജില്ലാ ബ്ലോക്ക് തലത്തിൽ നടപ്പിലാക്കണമെന്നും സംഗമത്തിൽ കൂട്ടിച്ചേർത്തു. പരിപാടി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ട്രഷറർ കെ സജ്ജാദ ഉദ്ഘാടനം ചെയ്തു. വിസ്ഡം സ്റ്റുഡൻസ് പ്രസിഡന്റ് ടി മുഹമ്മദ് ഷമീൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ നവാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിസ്ഡം സ്റ്റുഡൻസ് ജനറൽ സെക്രട്ടറി സഫുവാൻ ബറാമി അൽ ഹിക്കമി, അഡ്വക്കേറ്റ് ഫസീഫ് പി ഒ, മുഹമ്മദ് ബിൻ അലവി, കാബിൽ സി വി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തളി മഹാകുംഭാഭിഷേകം മഹായജ്ഞത്തിന് സമാപനമായി. ഭക്തിസാന്ദ്രമായ ദേവരഥ എഴുന്നള്ളിപ്പോടെയാണ് 51 ദിവസങ്ങളിലായി നടന്ന ചടങ്ങുകൾ അവസാനിച്ചത്. ശനൈശ്വര നവഗ്രഹ ക്ഷേത്രമായ കോഴിക്കോട് തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 51 ദിവസമായി നടന്നുവരുന്ന തളി മഹാകുംഭാഭിഷേക മഹായജ്ഞം ദേവരഥ എഴുന്നള്ളിപ്പോടുകൂടി സമാപിച്ചു. 10 അടി ഉയരത്തിലും 5 അടി വീതിയിലുമായി തേക്കുമരത്തിൽ നിർമ്മിച്ച ദേവരഥത്തിലാണ് ഉത്സവമൂർത്തികളായ ദേവന്മാരെ എഴുന്നള്ളിച്ചത്. ഭക്തജനങ്ങൾ വടം വലിച്ചാണ് ദേവരഥത്തെ മുന്നോട്ട് പ്രയാണം ചെയ്യിച്ചത്. ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട ദേവരഥ എഴുന്നള്ളിപ്പ് തളിക്കുളം ചുറ്റി തളി ക്ഷേത്രം, തളി ബ്രാഹ്മണ സമൂഹ മഠം, തളി റോഡ് വഴി ക്ഷേത്രത്തിൽ തിരിച്ചെത്തി.
മെയ് 11 ആരംഭിച്ച അതിരുദ്ര മഹായജ്ഞം മെയ് 17 സമാപിച്ചു. തളി മഹാകുംഭാഭിഷേക മഹായജ്ഞത്തിന്റെ സമാപന ദിവസം ഗംഗാ ആരതി വീക്ഷിക്കുവാൻ നിരവധി ജനങ്ങൾ തളിയിലേക്കെത്തി. പൈതൃകം കൈലാസ മണ്ഡപം സ്റ്റേജിൽ ശ്രീലക്ഷ്മി ഗോവർദ്ധന്റെ കുച്ചുപ്പുടി കച്ചേരി നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുതിയ അധ്യയന വർഷത്തേക്ക് കുട്ടികൾക്കായി പുതുമയാർന്ന കളക്ഷനുകൾ ഒരുക്കി കോഴിക്കോട് MP റോഡിലെ കേരള സ്റ്റേഷനറി മാർട്ട്. കുടകളുടെയും ബാഗുകളുടെയും വർണ്ണ വൈവിധ്യങ്ങളാണ് മികച്ച ഗുണനിലവാരത്തിലും വിലക്കുറവിലും സജ്ജമാക്കിയിരിക്കുന്നത്. സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ കാലങ്ങളായി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ചോയ്സാണ് കോഴിക്കോട് MP റോഡിലെ കേരള സ്റ്റേഷനറി മാർട്ട്. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നിറങ്ങളിലും രൂപങ്ങളിലുമുള്ള ബാഗുകളും കുടകളും ലഞ്ച് ബോക്സുകളും ഇവിടെയുണ്ട്. ബാഗുകളിൽ സ്കൂബി ഡേ ആണ് കുട്ടികളുടെ പ്രിയ താരം. ഇവയിൽ ബഡ്ജറ്റിനനുസരിച്ചുള്ള കളക്ഷനുകൾ ഷോപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. കുടകളിൽ പോപ്പി, ജോൺസ് എന്നിവയിലെ 3 ഫോൾഡ്, 5 ഫോൾഡ്, പോപ്പി നാനോ, സ്വിച്ചിട്ടാൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാവുന്ന കുടകൾ എന്നിവയും വിൽപ്പനയ്ക്കായി എത്തിച്ചു. GSTയിൽ വന്ന വ്യത്യാസം കാരണം ബാഗുകളിൽ വിലക്കുറവ് വന്നതായി ജീവനക്കാരൻ പൃഥ്വിരാജ് പറഞ്ഞു. ഈ വർഷത്തെ പ്രത്യേകത വെച്ചാൽ സ്കൂബിയുടെ ബാഗുകളും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ കമ്പനി ആയിട്ടുള്ള ബാഗുകളും മറ്റു ബാഗുകളും ഉണ്ട്. പിന്നെ GSTയിലെ വ്യത്യാസം കൊണ്ട് ചില ബാഗുകളിന് മാക്സിമം റേറ്റ് കുറഞ്ഞുണ്ട്. കഴിഞ്ഞ വർഷത്തേനെക്കാട്ടിയും ബാഗിന് റേറ്റുകൾ കുറവാണ്. കുടകളാണെങ്കിൽ പോപ്പി, ജോൺസ് കമ്പനികൾ കൂടാതെ മറ്റ് താഴ്ന്ന ബ്രാൻഡിലെ കമ്പനി കുടകളും ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാ കുടകളും ഇപ്പം കിട്ടുന്നുണ്ട്. അതിലിപ്പോൾ 3 ഫോൾഡ്, 5 ഫോൾഡ്, പോപ്പി നാനോ, ലൈറ്റ് വെയ്റ്റ്, പിന്നെ ഈ ബട്ടൺ നെക്കിയിട്ട് തന്നെ കുട ഓപ്പൺ ചെയ്യുക, ബട്ടൺ നെക്കിയിട്ട് തന്നെ കുട ക്ലോസ് ചെയ്യുക, അങ്ങനത്തെ കുടകളും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വലിയ കാലം കുടലിൽ തന്നെ ഇപ്പോൾ പുതിയ മോഡൽ ദൃശ്യം എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ മോഡൽ കുട, അത് റെയിൻബോ കളർ, പല സൈഡിൽ നിന്നും പല കളറായിട്ട് തോന്നുന്ന ഒരു റെയിൻബോ കുടകൾ ഇറങ്ങിയിട്ടുണ്ട്. പുറത്ത് പ്ലാസ്റ്റിക്കും ഉള്ളിൽ സ്റ്റീലും വരുന്ന ലഞ്ച് ബോക്സുകളുണ്ട്, എയർ ടൈറ്റ് ആയിട്ടുള്ളത്. പിന്നെ ഫുൾ സ്റ്റീൽ പ്ലാസ്റ്റിക്കുകളാണ് ഇപ്പോൾ കൂടുതലായിട്ടും ആൾക്കാർ ചോദിക്കുന്നത്. ക്വാളിറ്റി പ്ലാസ്റ്റിക്കുകൾ വലിയ വിലക്കുറവിലും ഷോപ്പിൽ ലഭ്യമാണ്. ലഞ്ച് ബോക്സുകളിലും വാട്ടർ ബോട്ടിലുകളിലും ഗുണനിലവാരം കൂടിയ ടപ്പർവെയറാണ് താരം. പൊട്ടിയാലോ നിറം മങ്ങിയാലോ ഇവ കടയിൽ തന്നെ തിരിച്ചെടുക്കുമെന്നതാണ് പ്രത്യേകത. അത്രത്തോളം ഗ്യാരണ്ടിയാണ് ടപ്പർവെയറിന്. എല്ലാത്തരം ബ്രാൻഡഡ് മോഡലുകളും ബ്രാൻഡഡ് അല്ലാത്ത മോഡലുകളും കേരള സ്റ്റേഷനറി മാർട്ടിലുണ്ട്. രക്ഷിതാക്കളുടെ ബഡ്ജറ്റിനനുസരിച്ച് മികച്ച ഗുണനിലവാരമുള്ള സാധനങ്ങൾ കേരള സ്റ്റേഷനറി മാർട്ടിൽ നിന്നും സ്വന്തമാക്കാം. കുട്ടികൾക്കുള്ളത് മാത്രമല്ല, മുതിർന്നവർക്കുള്ള കുടകളും മികച്ച കളക്ഷനുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ടിഫിൻ ബോക്സുകൾ, റെയിൻകോട്ടുകൾ, പെൻസിൽ ബോക്സുകൾ, ഇൻസ്ട്രുമെന്റ് ബോക്സുകൾ എന്നിവയും കേരള സ്റ്റേഷനറി മാർട്ടിൽ കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കേരള സ്റ്റേഷനറി മാർട്ട് മാനേജിംഗ് പാർട്ണർ KP ജഗദീഷിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. വിശ്വസ്തരായ ജീവനക്കാരും ഉപഭോക്താക്കളുമാണ് കേരള സ്റ്റേഷനറി മാർട്ടിന്റെ നിലനിൽപ്പിനാധാരം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്നേഹസ്പർശമായി ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പാട്ടും കഥകളും കളികളുമായി ഒത്തുചേരൽ സംഘടിപ്പിച്ചു. ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ രാമനാട്ടുകരയിൽ ഒത്തുചേരൽ സംഘടിപ്പിച്ചത്. രാമനാട്ടുകര ന്യൂയോർക്ക് ഇവന്റ് സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും കുട്ടികളുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ ആമിന ജിജു ചടങ്ങിന് നേതൃത്വം നൽകി. ഒരു സ്നേഹത്തിന്റെ ഒത്തുചേരലാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മാലാഖ കുഞ്ഞുങ്ങളുടെ കൂടെയുള്ള ഒത്തുചേരൽ. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സ്നേഹത്തിലും ദുഃഖത്തിലും പങ്കുചേരുക, അവർക്കൊപ്പം സമയം ചിലവഴിക്കുക, അവരുടെ മാനസികോല്ലാസത്തിന് വഴി തുറക്കുക എന്നിവയായിരുന്നു ഒത്തുചേരലിന്റെ പ്രധാന ലക്ഷ്യം. കുട്ടികളോട് കുശലാന്വേഷണം നടത്തിയും അവരുടെ വിശേഷങ്ങൾ പങ്കുവെച്ചും ഒത്തുചേരൽ ഹൃദ്യമായി. ഞാൻ പരിപാടി പങ്കെടുത്തിട്ടുണ്ട്, കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും ഒക്കെ പങ്കെടുത്തു. പക്ഷെ കുട്ടികളുടെ കൂടെ ഒന്ന് ആടിപ്പാടിയത് ആദ്യമായിട്ടാണ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അത്
എന്തുകൊണ്ടാ വെച്ചാൽ അത് കൂടാതെ കഴിയില്ല. നിങ്ങളുടെ കഴിവുകളൊക്കെ കണ്ടെത്താനും അത് പരിപോഷിപ്പിക്കാനും ഒക്കെ നിങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് നിങ്ങളോടൊപ്പം എന്നും ഉണ്ടായിട്ടുള്ള, ഇനിയും ഉണ്ടാവും എന്നുറപ്പുള്ള ആമിന മേഡത്തിന് ഞാൻ ആദ്യമായിട്ട് വേദിയെ ഉണർത്തി വിദ്യാർത്ഥികൾ പാടിയ പാട്ടുകൾക്കൊപ്പം അമ്മമാരും മറ്റുള്ളവരും ചുവടുകൾ വെച്ചു. ചടങ്ങിൽ പ്രമുഖ സൈക്കോളജിക്കൽ കൗൺസിലറും ഫിസിയോതെറാപ്പിസ്റ്റുമായ തൽഹത്ത് കുന്നമംഗലം, കലാകായിക സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യമായ കരീം ഇളമരം, ഗുഡ് ലൈഫ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ സിറാജ് കന്തിരാങ്കാവ്, മനോജ് കുമാർ തൃശൂർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാമനാട്ടുകര. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കടലുണ്ടിയുടെ സ്വന്തം ബ്രാൻഡായ എട്ടിമംഗലം അരി വിപണിയിലെത്തി. കൈമ ബിരിയാണി അരി, രക്തശാലി, നവര, വൈറ്റില 11, ഉമ, കാഞ്ചന എന്നിവയാണ് ഈ ബ്രാൻഡിൽ ലഭിക്കുക. എട്ടിമംഗലം പാടത്താണ് നെല്ല് വിളയിക്കുന്നത്. കൃഷിമേഖലയിൽ പുതിയൊരു വിപ്ലവം സൃഷ്ടിച്ച് കടലുണ്ടിയുടെ സ്വന്തം ബ്രാൻഡ് എട്ടിമംഗലം അരി വിപണിയിൽ. കൈമ ബിരിയാണി അരി, രക്തശാലി, നവര, വൈറ്റില 11, ഉമ, കാഞ്ചന എന്നീ ഇനം അരിയാണ് പാക്ക് ചെയ്ത് വിപണനം ആരംഭിച്ചത്. പഞ്ചായത്ത് കൃഷിഭവന്റെ സഹകരണത്തോടെ മണ്ണൂർ എട്ടിമംഗലം പാടശേഖര സമിതിയാണ് നെല്ല് അരിയാക്കി ബ്രാൻഡ് ചെയ്തുള്ള വിൽപ്പനയ്ക്ക് തുടക്കമിട്ടത്. എട്ടിമംഗലത്തെ 10 ഏക്കറിൽ ഉൽപ്പാദിപ്പിച്ച നെല്ല് ഉപയോഗിച്ചാണ് പാടശേഖര സമിതി സ്വന്തം ബ്രാൻഡ് അരി തയ്യാറാക്കുന്നത്. കൃഷിഭവന്റെ പരിപൂർണ സഹകരണം ലഭിച്ചതോടെ പദ്ധതി യാഥാർത്ഥ്യമായി. കൃഷി ഓഫീസർ KT ഫെബിത, പാടശേഖര സമിതി പ്രസിഡന്റ് പാതിരിക്കാട്ട് കൃഷ്ണൻ, സെക്രട്ടറി കുപ്പാട്ട് ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. അരി കൃഷിഭവൻ മുഖേന വിൽപ്പന നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. വിപണനോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് O ഭക്തവത്സലൻ നിർവഹിച്ചു. വേണുഗോപാൽ കുന്നത്ത് ആദ്യ ഉൽപ്പന്നം ഏറ്റുവാങ്ങി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M അനൂപ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ C രമേശൻ, സജിത പൂക്കാടൻ, പഞ്ചായത്ത് അംഗങ്ങളായ P പ്രദീപ്, ലുബൈന ബഷീർ, TP അനിൽകുമാർ, കൃഷി ഓഫീസർ KT ഫെബിത, കൃഷി അസിസ്റ്റന്റ് PP സഫ, ഉണ്ണികൃഷ്ണൻ കുപ്പാട്ട്, കൃഷ്ണൻ പാതിരിക്കാട്ട്, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കർഷകർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കടലുണ്ടി. കോഴിക്കോട് കോർപ്പറേഷൻ 49ാം ഡിവിഷനിൽ തൊഴിൽ മേള സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ ഷിനു പിന്നാണത്ത് ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ BC റോഡ് ജനസേവന കമ്പ്യൂട്ടർ സെന്ററിലാണ് തൊഴിലവസരങ്ങളുമായി തൊഴിൽ മേള നടത്തിയത്. ഹോം നഴ്സിംഗ്, ഹോം കെയർ, ക്ലീനിംഗ് സ്റ്റാഫ്, ഓഫീസ് സ്റ്റാഫ് എന്നീ വിഭാഗങ്ങളിലേക്കും മറ്റ് മേഖലകളിലേക്കുമാണ് ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നൽകിയത്. വാർഡ് കൗൺസിലർ ഷിനു പിന്നാണത്ത് തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്തു. പ്രബീഷ് ET അധ്യക്ഷനായിരുന്നു. അടിച്ചിക്കാട്ട് വേണുഗോപാൽ, പേരോത്ത് പ്രകാശൻ, വിന്ധ്യ സുനിൽ എന്നിവർ സംസാരിച്ചു. സനീഷ്, ദീപക് പിന്നാണത്ത്, K ശശികുമാർ, ജിജി ഷൈജു, അജിൽ വെള്ളായിക്കോട്ട്, ഷിഗീഷ് PV, ഷൈജു പുല്ലൂർ, M മണി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ലോക രക്തസമ്മർദ്ദ ദിനാചരണത്തിന്റെ ഭാഗമായി വടകര BMHന്റെ നേതൃത്വത്തിൽ BP സ്ക്രീനിംഗ് ക്യാമ്പ് നടത്തി. മുനിസിപ്പൽ ചെയർപേഴ്സൺ PK ശശി ഉദ്ഘാടനം ചെയ്തു. ലോക രക്തസമ്മർദ്ദ ദിനാചരണത്തോടനുബന്ധിച്ച് വടകര ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൗജന്യ രക്തസമ്മർദ്ദ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. വടകര മുനിസിപ്പാലിറ്റി, പോലീസ് സ്റ്റേഷൻ, സിവിൽ സ്റ്റേഷൻ, ചോറോട് പഞ്ചായത്ത്
തുടങ്ങിയ ഇടങ്ങളിലായി സജ്ജീകരിച്ച പ്രത്യേക കേന്ദ്രങ്ങളിലായി നടന്ന ക്യാമ്പ് വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ PK ശശി ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ പങ്കെടുത്തവർക്കുള്ള ഹെൽത്ത് പ്രിവിലേജ് കാർഡ് ലോഞ്ച് ഹോസ്പിറ്റൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ നിതിൻ ആന്റണി നിർവഹിച്ചു. ഹോസ്പിറ്റൽ ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് ഡോക്ടർ സുനിൽ പ്രശാന്ത് R, PRO വിവേക്, മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ ഷൈനി, കൗൺസിലർ മുഹമ്മദ് അലി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പൊതുജനങ്ങൾക്ക് ഏറെ എളുപ്പത്തിൽ പരിശോധന നടത്താൻ പാകത്തിൽ വിപുലമായി ഒരുക്കിയ ക്യാമ്പിൽ 1500ഓളം പേർ പങ്കെടുത്തു. ക്യാമ്പിൽ നിന്നും ഹെൽത്ത് പ്രിവിലേജ് കാർഡ് ലഭിച്ചവർക്ക് ആശുപത്രിയിലെ ഫാമിലി മെഡിസിൻ വിഭാഗം ഡോക്ടറുടെ സൗജന്യ കൺസൾട്ടേഷനും തിരഞ്ഞെടുത്ത രക്തപരിശോധനകൾക്ക് പ്രത്യേക ഇളവുകളും ലഭിക്കുമെന്ന് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ നിതിൻ ആന്റണി അറിയിച്ചു. വലിയ ജനപങ്കാളിത്തം കൊണ്ട് ക്യാമ്പ് ഏറെ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 2025-26 അക്കാഡമിക് വർഷത്തിൽ ഏറ്റവും കൂടുതൽ CMA USA പാസ്സായ വിദ്യാർത്ഥികളുള്ള സ്ഥാപനമായി ചാണക്യ മാറിയെന്ന് മാനേജ്മെന്റ്. 2026 ബിസിനസ് സ്കൂൾ ഓഫ് ദ ഇയർ അവാർഡും ചാണക്യയ്ക്ക് ലഭിച്ചതായി പ്രതിനിധികൾ അറിയിച്ചു. സാർ, ഇപ്പം ഞങ്ങൾക്ക് റീസെൻ്റ് ആയിട്ടൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ബിസിനസ് സ്കൂൾ എന്ന് പറയുന്ന ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് മേഖലകളിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് പ്ലാറ്റിനം അപ്രൂവ്ഡ് പാർട്ണറും ഇന്ത്യയിൽ ഗ്ലെയിം ഗോൾഡ് അംഗീകാരവും സ്വന്തമാക്കുന്ന ആദ്യ സിംഗിൾ ബ്രാഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന അപൂർവ നേട്ടവും ചാണക്യയ്ക്ക് ലഭിച്ചതായി മാനേജ്മെന്റ് അറിയിച്ചു. ചാണക്യയിലെ ഓഫ്ലൈൻ ക്യാമ്പസുകൾക്കൊപ്പം തന്നെ വെർച്വൽ ചാണക്യ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ രാജ്യാന്തര തലത്തിലേക്കുള്ള വിപുലീകരണവും സ്ഥാപനം ശക്തമാക്കി. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ആത്മവിശ്വാസവും കരിയർ പിന്തുണയും നൽകുന്നതിനായി ചാണക്യ ഫ്രീ എക്സാം റീടേക്ക് ഓഫർ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ഒരു 4 പേര് വെച്ച് തുടങ്ങിയ സ്ഥാപനമാണ്. ഇപ്പം ഒരു കൊല്ലം 2000-2500 സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. മെയിൻ എയിം റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുക, പ്ലേസ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യുക. അല്ലാതെ ബാക്കി ഒരു പബ്ലിക് അഡ്വർടൈസ്മെന്റ് മാത്രം ചെയ്തുകൊണ്ട് അടുത്ത ബാച്ചിനെ കൊണ്ടുവരിക പരിപാടികളെല്ലാം ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. ചാണക്യ തൃശൂർ ക്യാമ്പസിന്റെ ഉദ്ഘാടനം മെയ് 18 നടക്കും. ചാണക്യയുടെ 11ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അർഹരായ വിദ്യാർത്ഥികൾക്കായി 2 കോടിയുടെ പ്രത്യേക സ്കോളർഷിപ്പും ചാണക്യ പ്രഖ്യാപിച്ചു. വേൾഡ് വൈഡ് ആയിട്ട് 2000-ന് മുകളിൽ സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. സോ ഞങ്ങളുടെ റിസൾട്ട്സ് ആണ് എപ്പോഴും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. കാരണം അതിന്റെ ബേസിലാണ് ഇത്ര അഡ്മിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്ഥാപനത്തിന്റെ 11ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മാനേജ്മെന്റ് പ്രതിനിധികൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫറോക്ക് ബസ് സ്റ്റാൻഡിൽ കോൺക്രീറ്റ് പാളി പൊളിഞ്ഞു വീഴുന്നതിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് LDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ പ്രതിഷേധം. എഴുത്തിന്റെ വഴിയിലേക്ക് തന്നെ നയിച്ചത് നാടിന്റെ നാദമാണെന്ന് തമിഴ് സാഹിത്യകാരൻ RN ജോയ് ഡിക്രൂസ്. സോഷ്യൽ മീഡിയ ഉപയോഗം കുട്ടികളിലെ ക്രിയാത്മകതയെ ബാധിക്കുന്നത് ഗൗരവത്തിലെടുക്കണമെന്ന് വിസ്ഡം സ്റ്റുഡൻസ് ഇന്റലിജൻഷ്യ. തളി മഹാകുംഭാഭിഷേക മഹായജ്ഞ ചടങ്ങുകൾക്ക് സമാപനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.